ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം ത്രിംശോധ്യായം. ഇതിലെ 7ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങളൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ത്രിംശോധ്യായഃ. വിദുര ഉവാച. യേ ത്വയാ അഭിഹിതാ ബ്രഹ്മൻ സുതാഃ പ്രാചീനബർഹിഷഃ തേ രുദ്രഗീതേന ഹരിം സിദ്ധിമാപു പ്രതോഷ്യകാം. കിം ബാർഹസ്പത്യേഹ പരത്രവാഥ കൈവല്യനാഥ പ്രിയപാർശ്വവർത്തിനഃ ആസാദ്യദേവം ഗിരിശം യദൃച്ഛയാ പ്രാപുപരം നൂനമഥ പ്രചേതസഃ. മൈത്രേയ ഉവാച. പ്രചേതസോऽന്തരുദധൗ പിതുരാദേശകാരിണഃ ജപയജ്ഞേന തപസാ പുരഞ്ജനം അതോഷയത്. ദശവർഷസഹസ്രാന്തേ പുരുഷസ്തു സനാതനഃ തേഷാമാവിരഭൂത് കൃച്ഛ്രം ശാന്തേന ശമയൻ രുചാ. സുപർണസ്കന്ധമാരൂഢോ മേരുശൃംഗമിവാംബുദഃ പീതവാസാ മണിഗ്രീവഃ കുർവൻ വിതിമിരാദിശഃ. കാശിഷ്ണുനാ കനകവർണവിഭൂഷണേന ഭ്രാജൽകപോലവദനോ വിലസൽക്കിരീടഃ അഷ്ടായുധൈരനുചരൈർ മുനിഭിः സുരേന്ദ്രൈരാരാധിതോ ഗരുഡകിന്നരഗീതകീർത്തി. പീനായതാഷ്ടഭുജമണ്ഡലമധ്യലക്ഷ്മ്യാ സ്പർദ്ധശ്രിയാ പരിവൃതോ വനമാലയാദ്യ. ബർഹിഷ്മദപുരുഷ ആഹസുതാൻ പ്രപന്നാൻ പർജന്യനാദരുതയാ സഘൃണാവലോകഃ. അടുത്ത ശ്ലോകം 8ാമത്തെ ശ്ലോകമാണ് എടുക്കാനുള്ളത്. ശ്രീ ഭഗവാനുവാച. വരം വൃണീധ്വം ഭദ്രം വോ യൂയം മേ നൃപനന്ദനാഃ സൗഹാർദ്ദേന പൃഥക് ധർമാസ്തുഷ്ടോഹം സൗഹൃദേന വഹ. വരം വൃണീധ്വം ഭദ്രം വോ യൂയം മേ നൃപനന്ദനാഃ സൗഹാർദ്ദേന പൃഥക് ധർമാസ്തുഷ്ടോഹം സൗഹൃദേന വഹ. അല്ലയോ രാജകുമാരന്മാരെ, ആ പ്രചേതസ്സുകൾ ഇവിടെ പറയുകയാണ്. ഭഗവാൻ പ്രത്യക്ഷമായിട്ട് പറയുന്നു. അല്ലയോ രാജകുമാരന്മാരെ, നിങ്ങൾക്ക് മംഗളം വരും. നിങ്ങൾ നമ്മോട് എന്താണ് വരം വേണ്ടത് എന്ന് വെച്ചാൽ അത് ചോദിച്ചാലും സൗഹാർദ്ദത്തോടെ വൈരുദ്ധ്യമില്ലാത്ത ധർമാചരണം ഉള്ളവരായിരിക്കുന്ന നിങ്ങളുടെ സുഹൃദ്ഭാവത്തിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. വരം വൃണീധ്വം ഭദ്രം വോ, നിങ്ങൾക്ക് മംഗളം വരട്ടെ. യൂയം മേ നൃപനന്ദനാഃ, അല്ലയോ രാജകുമാരന്മാരെ, സൗഹാർദ്ദേന പൃഥക്, വളരെ സൗഹാർദ്ദത്തോടെ, പൃഥക് ധർമ്മസ്തുഷ്ടോഹം, അപൃഥക് ധർമ്മ, വൈരുദ്ധ്യം ഇല്ലാത്ത ധർമാചരണം ഉള്ളവരായിരിക്കുന്ന നിങ്ങളുടെ സൗഹൃദേന, നിങ്ങളുടെ സുഹൃദ്ഭാവത്തിൽ ഞാൻ സന്തുഷ്ടനാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഹേ നൃപനന്ദനാഃ, അല്ലയോ രാജകുമാരന്മാരെ, വഹ ഭദ്രം, നിങ്ങൾക്ക് മംഗളം വരും. യൂയം, നിങ്ങൾ, മേ വരം, നമ്മോട് വരം, വൃണീധ്വം ചോദിച്ചാലും, സൗഹാർദ്ദേ, സൗഹാർദ്ദത്തോടെ, അപൃഥക് ധർമാ, വൈരുദ്ധ്യം ഇല്ലാത്ത ധർമാചരണമുള്ളവരായിരിക്കുന്ന, അപൃഥക് ധർമാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈരുദ്ധ്യമില്ലാത്ത ധർമാചരണം ഉള്ളവരായിരിക്കുന്ന, വഹ നിങ്ങളുടെ, സൗഹൃദേന സുഹൃദ്ഭാവത്തിൽ, അഹം തുഷ്ടഃ നാം സന്തുഷ്ടനാണ്. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് ഹേ നൃപനന്ദനാഃ വഹ ഭദ്രം യൂയം മേ വരം വൃണീധ്വം സൗഹാർദ്ദേ അപൃഥക് ധർമാ വഹ സൗഹൃദേന അഹം തുഷ്ടഃ. എന്നുകൂടി പറയാം. ഹേ നൃപനന്ദനാഃ വഹ ഭദ്രം യൂയം മേ വരം വൃണീധ്വം സൗഹാർദ്ദേ അപൃഥക് ധർമ്മ വഹ അപൃഥക് ധർമാഃ വഹ സൗഹൃദേന അഹം തുഷ്ടഃ. അല്ലയോ രാജകുമാരന്മാരെ, നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. നിങ്ങൾ നമ്മോട് വരം ചോദിച്ചാലും സൗഹാർദ്ദത്തോടെ വൈരുദ്ധ്യമില്ലാത്ത ധർമാചരണങ്ങളുള്ളവരായിരിക്കുന്ന നിങ്ങളുടെ സുഹൃദ്ഭാവത്തിൽ ഞാൻ സന്തുഷ്ടനാണ്. അല്ലയോ രാജകുമാരന്മാരെ, ഭവാന്മാർക്ക് മംഗളം ഭവിക്കട്ടെ. നിങ്ങളെല്ലാം പരസ്പര സൗഹാർദ്ദത്തോടെ ഒരേ കാര്യത്തിൽ വ്യാപൃതരായതിനാലും
എന്നിലുള്ള ഭക്തിയാലും നാം സന്തോഷിച്ചിരിക്കുന്നു. ആവശ്യമുള്ള വരം ചോദിക്കൂ എന്നാണ് വിതുരൻ പറയുകയാണ്. ബ്രഹ്മൻ, അങ്ങ് മുമ്പ് പറഞ്ഞ ആ പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാർ, അതായത് രാജപുത്രന്മാരെ, ആ പ്രജേതസ്സുകളോടാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ വാച എട്ടാമത്തെ ശ്ലോകം ഭഗവാൻ വാച രാജപുത്രന്മാരെ, നിങ്ങൾക്ക് മംഗളം. എന്നിൽ നിന്നും നിങ്ങൾ വരം വാങ്ങുക. സൗഹാർദ്ദത്താൽ ഒരേ ധർമ്മത്തോട് കൂടിയ പ്രജേതസ്സുകളെ, നിങ്ങളുടെ ആ സൗഹാർദ്ദം കൊണ്ട് തന്നെ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. ഹേ സർവജ്ഞ, അങ്ങൊന്ന് അറിയാതിരിക്കുന്നതൊന്നുമില്ല. പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാർ തപസ്സിന് പുറപ്പെട്ടതും ശ്രീരുദ്രൻ അവർക്ക് ഭജനമാർഗത്തെ ഉപദേശിച്ചതും അതിൽ പ്രസാദിച്ചിട്ട് എന്തൊരു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഏതൊരു വരമാണ് വേണ്ടതെന്ന് ആ ഭഗവാൻ ചോദിക്കുകയാണ്. വരം വൃണീധ്വം ഭദ്രം വോ യൂയം മേ നൃപനന്ദനാ സൗഹാർദ്ദേന പൃഥക് ധർമ്മ തുഷ്ടോഹം സൗഹൃദേന വാ. അല്ലയോ രാജകുമാരന്മാരെ, നിങ്ങൾ ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ അതിസ്നേഹമുള്ളവരും എന്നെ ഭജിക്കുന്നതായിരിക്കുന്ന ഒരേ ധർമ്മത്തെ സ്വീകരിച്ചവരും ആയിരിക്കുന്നത് മഹാഭാഗ്യസൂചകമാകുന്നു. നിങ്ങളുടെ ആ പരസ്പര സ്നേഹത്തിൽ ഞാൻ സന്തോഷിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ക്ഷേമം ഭവിക്കട്ടെ. എന്നിൽ നിന്ന് ആഗ്രഹമുള്ള വരം നിങ്ങൾ വരിച്ചുകൊള്ളുവിൻ എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ ആ ഭഗവാൻ അവരോട് പറയണത്. ഇതിൽ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. യുഷ്മാകം ഭദ്രം, നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. വരം വൃണീധ്വം, വരത്തെ വരിച്ചാലും. ബന്ധൂനാം സൗഹൃദം ദൃഷ്ടുവ, ഈ ബന്ധുക്കളുടെ ആ സൗഹൃദത്തെ കണ്ടിട്ട് തുഷ്ടോസ്മി, ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. യുഷ്മാകം ഭദ്രം, നിങ്ങൾക്ക് മംഗളം വരട്ടെ. വരം വൃണീധ്വം, വരത്തെ വാങ്ങിച്ച്. ബന്ധൂനാം സൗഹൃദം, ആ ബന്ധുക്കളുടെ സൗഹൃദത്തെ, വരത്തെ വാങ്ങിച്ചാലും ബന്ധുക്കളുടെ സൗഹൃദത്തെ കണ്ടിട്ട് തുഷ്ടോസ്മി, ഞാൻ തുഷ്ടനായിരിക്കുന്നു. അപ്പോൾ യുഷ്മാകം ഭദ്രം വരം വൃണീധ്വം ബന്ധൂനാം സൗഹൃദം ദൃഷ്ടാ തുഷ്ടോസ്മി എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. യോനുസ്മരതി സന്ധ്യായാം യുഷ്മാനനുദിനം നരഃ തസ്യ ഭ്രാതൃഷ്വാത്മസാമ്യം ത്വാം ഭൂതേഷു സൗഹൃദം. യോനുസ്മരതി സന്ധ്യായാം യുഷ്മാനനുദിനം നരഃ തസ്യ ഭ്രാതൃഷ്വാത്മസാമ്യം തഥാ ഭൂതേഷു സൗഹൃദം. നിത്യേന സന്ധ്യയ്ക്ക് നിങ്ങൾ ഏതൊരാളെ അനുസ്മരിക്കുന്നത് അവന് ആ സഹോദരന്മാരിൽ തന്നോട് തുല്യഭാവം, അപ്രകാരം തന്നെ ആ ജീവജാലങ്ങളിലും മൈത്രീഭാവം ഉണ്ടാകും. യോനുസ്മരതി, ആരാണോ സന്ധ്യവേളയിൽ ഭഗവാനെ അനുസ്മരിക്കുന്നത്. യുഷ്മാൻ അനുദിനം നരഃ, നിങ്ങൾ എല്ലാ ദിവസവും അത് അനുസ്മരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള യഹ നരഃ, ഏതൊരാളോ അനുസ്മരിക്കുന്നത് അവർക്ക് തസ്യ, അവന് ഭ്രാതൃഷു, അവർക്ക് സഹോദരന്മാരിൽ ആരാണോ ഭഗവാന്റെ നാമങ്ങൾ ദിവസവും സന്ധ്യയ്ക്ക് ചൊല്ലുന്നത് അവർക്ക് ആ സഹോദരന്മാരിൽ തന്നോട് തുല്യമായിരിക്കുന്ന ഭാവം, സ്നേഹം ഉണ്ടാവും. അപ്രകാരം തന്നെ ആ ജീവജാലങ്ങളിലും സൗഹൃദവും മൈത്രീഭാവവും ഉണ്ടാവും. തസ്യ ഭ്രാതൃഷ്വാത്മസാമ്യം തഥാ ഭൂതേഷു സൗഹൃദം. അപ്പോൾ അനുദിനം നിത്യേന സന്ധ്യായാം, സന്ധ്യയ്ക്ക് യുഷ്മാൻ, നിങ്ങൾ
നിത്യേന സന്ധ്യയ്ക്ക് നിങ്ങളെ ഏതൊരാളോ, അപ്പോൾ നിത്യേന സന്ധ്യയ്ക്ക് നിങ്ങളെ ഓർക്കുന്നവരും പ്രചേതസ്സുകളെ ഓർക്കുന്നവർക്കും ഇതുപോലെയുള്ള ഭാവം ഉണ്ടാകും. അതാണ് ശരിക്കും ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യോനുസ്മരതി സന്ധ്യായാം യുഷ്മാൻ അനുദിനം നരഹ തസ്യ ഭ്രാതൃഷ്വാത്മസാമ്യം തഥാഭൂതേഷു സൗഹൃദം. അപ്പോൾ അനുദിനം നിത്യേന സന്ധ്യായാം സന്ധ്യയ്ക്ക് യുഷ്മാൻ നിങ്ങളെ, യഹ നരഹ ഏതൊരു ആൾക്കാരാണോ ഏതൊരാളാണോ അനുസ്മരിക്കുന്ന നിത്യവും പ്രചേതസ്സുകളെ ആ ഭഗവാനെ പ്രസാദിപ്പിക്കുന്ന പ്രചേതസ്സുകളെ ആരാണോ അനുസ്മരിക്കുന്നത് അവന് ഭ്രാതൃഷു സഹോദരന്മാരിൽ ആത്മസാമ്യം തന്നോട് തുല്യമായിരിക്കുന്ന ഭാവം ഉണ്ടാവും. തഥാ അപ്രകാരം തന്നെ ഭൂതേഷു ജീവജാലങ്ങളിലും സൗഹൃദം മൈത്രീഭാവവും ഉണ്ടാകും. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് അനുദിനം സന്ധ്യായാം യുഷ്മാൻ യഹ നരഹ അനുസ്മരതി തസ്യ ഭ്രാതൃഷു ആത്മസാമ്യം തഥാ ഭൂതേഷു സൗഹൃദം. എന്നുകൂടി പറയാം. അനുദിനം സന്ധ്യായാം യുഷ്മാൻ യഹ നരഹ അനുസ്മരതി തസ്യ ഭ്രാതൃഷു ആത്മസാമ്യം. അതുപോലെ തഥാ ഭൂതേഷു സൗഹൃദം. നിത്യേന സന്ധ്യയ്ക്ക് നിങ്ങളെ ഏതൊരാളാണോ അനുസ്മരിക്കുന്നത് അവന് സഹോദരന്മാരിൽ തന്നോട് തുല്യഭാവവും അപ്രകാരം തന്നെ ജീവജാലങ്ങളിൽ സൗഹൃദഭാവവും മൈത്രിയും ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ യാതൊരുവൻ ആ ഭവാന്മാരെ സന്ധ്യാസമയത്ത് സ്മരിക്കുന്നുവോ അവന് സഹോദരന്മാരോട് സമഭാവവും ഭൂതങ്ങളോട് സൗഹൃദവും ഭവിക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദിനംപ്രതി സന്ധ്യയ്ക്ക് നിങ്ങളെ സ്മരിക്കുന്നവന് സഹോദരന്മാരിലും സർവപ്രാണികളിലും ആത്മഭാവവും സൗഹാർദ്ദവും ഉണ്ടാകും. യാതൊരു മനുഷ്യൻ നിത്യവും സന്ധ്യാസമയത്തിൽ നിങ്ങളെ സ്മരിക്കുമോ അവന് ആ സഹോദരന്മാരിലും അതേവിധം സർവപ്രാണികളിലും ആത്മനിർവിശേഷമായിരിക്കുന്ന പ്രേമം ഭവിക്കും. ഇതിലത്തെ ആ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞു നോക്കാം. യഹ ആരാണോ സന്ധ്യാസമയത്ത് നിത്യം യുഷ്മാൻ നിങ്ങളെ സ്മരിക്കുന്നത് അവർക്ക് ഭ്രാതൃഷു സാമ്യം ഭ്രാതുക്കളിൽ സമഭാവം ഉണ്ടാവും. അതുപോലെ ഭ്രാതൃഷു സാമ്യം ഭവിഷ്യതി അവർക്ക് ഭ്രാതാക്കളിൽ സമഭാവം ഉണ്ടാകും. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ യഹ സന്ധ്യായാം നിത്യം യുഷ്മാൻ സ്മരതി ആരാണോ സന്ധ്യാസമയങ്ങളിൽ നിത്യം നിങ്ങളെ സ്മരിക്കുന്നത് അവർക്ക് ഭ്രാതൃഷു അവർക്ക് സഹോദരന്മാരിൽ സാമ്യം സമഭാവം ഭവിഷ്യതി. അപ്പോൾ യഹ സന്ധ്യായാം നിത്യം യുഷ്മാൻ സ്മരതി ഭ്രാതൃഷു സാമ്യം ഭവിഷ്യതി എന്നുള്ളതാണ് അതിലത്തെ ആ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം യേതുമാം രുദ്രഗീതേന സായം പ്രാതഃ സമാഹിതാഃ സ്തുവന്ത്യഹം കാമവരാൻ ദാസ്യേ പ്രജ്ഞാം ച ശോഭനാം യേതു മാം രുദ്രഗീതേന സായം പ്രാതഃ സമാഹിതാഃ സ്തുവന്ത്യഹം കാമവരാൻ ദാസ്യേ പ്രജ്ഞാം ച ശോഭനാം യേതു മാം രുദ്രഗീതേന സായം പ്രാതഃ സമാഹിതാഃ സ്തുവന്ത്യഹം കാമവരാൻ ദാസ്യേ പ്രജ്ഞാം ച ശോഭനാം. പ്രഭാതത്തിലും സന്ധ്യയ്ക്കും ചിത്തതയോടെ യാതൊരുവരോ ആ രുദ്രഗീതം കൊണ്ട് എന്നെ സ്തുതിക്കുന്നത് അവർക്ക് ഞാൻ ആകട്ടെ അഭീഷ്ടവരങ്ങളെയും ശോഭനമായിരിക്കുന്ന ജ്ഞാനത്തെയും നൽകുന്നതാണ്. ഏതുമാം ആരാണോ എന്നെ രുദ്രഗീതം കൊണ്ട് സായം പ്രാതഃ സന്ധ്യാഗം സമയത്തും പ്രാതകാലത്തും സ്തുതിക്കുന്നത് സ്തുവന്ത്യഹം അവർക്ക് ഞാൻ കാമവരാൻ സകലവിധ കാമങ്ങളെയും
കൊടുക്കും. ദാസ്യേ സകലവിധ അഭീഷ്ടങ്ങളെയും നൽകും. പിന്നെ പ്രജ്ഞാം നല്ല ബുദ്ധിയെ, ശോഭനമായിരിക്കുന്ന ജ്ഞാനത്തെ അവർക്ക് പ്രജ്ഞാംജ ശോഭനാം ഞാൻ നൽകും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ പ്രാതഃ പ്രഭാതത്തിലും സായം സന്ധ്യയ്ക്കും സമാഹിതാഹ ഏകാഗ്രചിത്തയോടുകൂടി ചിത്തത്തോടെ യാതൊരുവരോ രുദ്രഗീതേന ആ രുദ്രഗീതം കൊണ്ട് മാം എന്നെ സ്തുവന്തി സ്തുതിക്കുന്നത് അവർക്ക് അഹം തു ഞാനാകട്ടെ കാമവരാൻ അഭീഷ്ടവരങ്ങളെയും ശോഭനാം ശോഭനമായിരിക്കുന്ന പ്രജ്ഞാം ച ജ്ഞാനത്തെയും ദാസ്യേ നൽകുന്നതാണ്. ഒന്നും കൂടി പറയാം. പ്രാതഃ പ്രഭാതത്തിലും സായം സന്ധ്യയ്ക്കും സമാഹിതാഹ ഏകാഗ്രചിത്തതയോടെ യാതൊരുവരോ രുദ്രഗീതേന രുദ്രഗീതം കൊണ്ട് മാം എന്നെ സ്തുവന്തി സ്തുതിക്കുന്നത് അവർക്ക് അഹം തു ഞാനാകട്ടെ കാമവരാൻ അഭീഷ്ടവരങ്ങളെയും ശോഭനാം ശോഭനമായിരിക്കുന്ന പ്രജ്ഞാം ച ജ്ഞാനത്തെയും ദാസ്യേ നൽകുന്നതാണ്. പ്രാതഃ സായം സമാഹിതാഹ രുദ്രഗീതേന മാം സ്തുവന്തി അഹം തു കാമവരാൻ ശോഭനാം പ്രജ്ഞാം ച ദാസ്യേ. കൂടി പറയാം. പ്രാതഃ സായം സമാഹിതാഹ രുദ്രഗീതേന മാം സ്തുവന്തി അഹം തു കാമവരാൻ ശോഭനാം പ്രജ്ഞാം ച ദാസ്യേ. പ്രഭാതത്തിലും സന്ധ്യയ്ക്കും ഏകാഗ്രചിത്തതയോടുകൂടിയിട്ട് യാതൊരുവരോ ആ രുദ്രഗീതം കൊണ്ട് എന്നെ സ്തുതിക്കുന്നത് അവർക്ക് ഞാനാകട്ടെ അഭീഷ്ടവരങ്ങളെയും ശോഭനമായിരിക്കുന്ന ജ്ഞാനത്തെയും നൽകുന്നതാണ്. അപ്പോൾ യാവചിലർ സായം സന്ധ്യയിലും പ്രാതസന്ധ്യയിലും ഏകാഗ്രതയോടെ രുദ്രഗീതം ചൊല്ലി നമ്മെ സ്തുതിക്കുന്നുവോ അവർക്ക് നാം അഭീഷ്ടവരങ്ങളെയും പരിശുദ്ധ ജ്ഞാനത്തെയും പ്രദാനം ചെയ്യും. ഏകാഗ്രചിത്തനായിട്ട് എന്നെ രുദ്രഗീതം കൊണ്ട് സന്ധ്യയ്ക്കും പ്രഭാതത്തിലും സ്തുതിക്കുന്നവർക്ക് ഞാൻ സർവാഭീഷ്ടങ്ങളും പരിശുദ്ധ ജ്ഞാനവും നൽകുന്നു. ഏതൊരുത്തർ സന്ധ്യാസമയത്തിലും പ്രാതകാലത്തിലും രുദ്രഗീതം എന്ന സ്തോത്രം ചൊല്ലി എന്നെ സ്തുതിക്കുന്നുവോ അവർക്ക് ആഗ്രഹമുള്ള അഭോഗങ്ങളെയും സംസാര ദുഃഖങ്ങളെ തീർക്കുന്നതിന് ഉപകരിക്കുന്ന ശോഭനമായിരിക്കുന്ന ബുദ്ധിയെയും ഞാൻ നൽകും. അങ്ങനെയിരിക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വരങ്ങളെ നൽകുന്നുണ്ടെന്ന് പറയണമോ? ഇതിലത്തെ വ്യാഖ്യാനത്തിൽ ഏതു മാം സായം പ്രാതഃ ആരാണോ എന്നെ സായം പ്രാതഃ സായം കാലത്തും സന്ധ്യാസമയത്തും പ്രാതകാലത്തും പ്രഭാതത്തിലും രുദ്രഗീതേന രുദ്രഗീതം കൊണ്ട് സ്തുതിക്കുന്നത് തേഭ്യസ്തേഷാം അവർക്ക് എല്ലാം ഞാൻ എല്ലാ അഭീഷ്ടങ്ങളെയും തേഭ്യസ്തേഷാം അഭീഷ്ടം പിന്നെ സദ്ബുദ്ധിം അവർക്ക് എല്ലാ അഭീഷ്ടങ്ങളെയും അതുപോലെ സദ്ബുദ്ധിയെയും ച ദാസ്യേ ഞാൻ നൽകും. അപ്പോൾ ഏതുമാം ആരാണോ എന്നെ സായം പ്രാതഃ സന്ധ്യാസമയത്തും പ്രാതകാലത്തും രുദ്രഗീതേന രുദ്രഗീതം കൊണ്ട് സ്തുതിക്കുന്നത് തേഭ്യസ്തേഷാം അഭീഷ്ടം അവർക്ക് ഞാൻ എല്ലാ അഭീഷ്ടങ്ങളെയും സദ്ബുദ്ധിയെയും സദ്ബുദ്ധിയെയും ദാസ്യേ ഞാൻ കൊടുക്കുന്നു നൽകുന്നു. അപ്പോൾ ഏതു മാം സായം പ്രാതഃ രുദ്രഗീതേന സ്തുവന്തി തേഭ്യസ്തേഷാം അഭീഷ്ടം സദ്ബുദ്ധിം ച ദാസ്യേ എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. 11ാമത്തെ ശ്ലോകം. യദ്യൂയം പിതുരാദേശമഗ്രഹീഷ്ട മുദാന്വിതാഃ അഥോവ ഉശതീ കീർത്തിർ ലോകാനനുഭവിഷ്യതി. യദ്യൂയം പിതുരാദേശമഗ്രഹീഷ യദ്യൂയം പിതുരാദേശമഗ്രഹീഷ്ടമുദാന്വിതാഃ അഥോവ ഉശതീ കീർത്തിർ ലോകാനനുഭവിഷ്യതി. യാതൊന്ന് ഹേതുവായിട്ട് നിങ്ങൾ മുദാന്വിതാഃ സസന്തോഷം ആ അച്ഛൻ്റെ ആജ്ഞയെ ആഗ്രഹീഷ്ട എന്ന് പറഞ്ഞാൽ
ആഗ്രഹിഷ്ട സ്വീകരിച്ചുവോ അതിനാൽ നിങ്ങളുടെ ആ ശോഭനമായിരിക്കുന്ന കീർത്തി ലോകങ്ങൾ തോറും വർദ്ധിക്കും. ലോകാനനുഭവിഷ്യതി ഉണ്ടാകും എന്നാണ്. യത് യാതൊന്ന് ഹേതുവായിട്ട് യൂയം നിങ്ങൾ മുദാൻവിതാഹ സസന്തോഷം പിതുഹു അച്ഛൻ്റെ ആദേശം ആജ്ഞയെ അഗ്രഹീഷ്ട സ്വീകരിച്ചുവോ അഥോ അതിനാൽ വഹ നിങ്ങളുടെ ഉശതി നിങ്ങളുടെ ശോഭനമായിരിക്കുന്ന കീർത്തി ലോകാൻ ലോകങ്ങൾ തോറും ഭവിഷ്യതി ഉണ്ടാവും. അപ്പോൾ യാതൊന്ന് ഹേതുവായിട്ട് യൂയം നിങ്ങൾ മുദാൻവിതാഹ സസന്തോഷം പിതുഹു അച്ഛൻ്റെ ആദേശം ആജ്ഞയെ അഗ്രഹീഷ്ട സ്വീകരിച്ചുവോ അഥോ അതിനാൽ വഹ നിങ്ങളുടെ ഉശതി ശോഭനമായിരിക്കുന്ന കീർത്തി ലോകാൻ ലോകങ്ങൾ തോറും ഭവിഷ്യതി ഉണ്ടാകും. അപ്പോൾ യത് യൂയം മുദാൻവിതാഹ പിതുഹു ആദേശം അഗ്രഹീഷ്ട അഥോ വഹ ഉശതി കീർത്തി ലോകാൻ ഭവിഷ്യതി. ഒന്നും കൂടി പറയാം. യത് യൂയം മുദാൻവിതാഹ പിതുഹു ആദേശം അഗ്രഹീഷ്ട അഥോ വഹ ഉശതി കീർത്തി ലോകാൻ ഭവിഷ്യതി. യാതൊന്നു ഹേതുവായിട്ട് നിങ്ങൾ സസന്തോഷം ആ അച്ഛൻ്റെ ആജ്ഞയെ സ്വീകരിച്ചുവോ അതിനാൽ നിങ്ങളുടെ ആ ശോഭനമായിരിക്കുന്ന കീർത്തി ലോകങ്ങൾ തോറും ഉണ്ടാവും ഉള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭവാന്മാർ ആ പിതാവിൻ്റെ നിർദ്ദേശം സന്തോഷപൂർവ്വം അനുസരിച്ചു എന്നതിനാൽ അതിൻ്റെ ഫലമായിട്ട് ഭവാന്മാരുടെ സൽകീർത്തി ലോകങ്ങളിൽ വ്യാപിക്കും. നിങ്ങൾ പിതാവിൻ്റെ കൽപ്പനയെ സസന്തോഷം കൈക്കൊണ്ടതിനാൽ നിങ്ങളുടെ അശോഭനമായിരിക്കുന്ന കീർത്തി ലോകത്തിലെന്നും എങ്ങും വ്യാപിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാന്റെ ദർശന നിമിത്തം ആനന്ദഭക്തരായിട്ട് വരം വരിപ്പാൻ അശക്തന്മാരായിരിക്കുന്ന ആ പ്രജേതസ്സുകൾക്ക് ഭഗവാൻ സ്വയമേവ വരം നൽകുന്നു. പ്രജാഭിവൃദ്ധിയെ വരുത്തുവിൻ എന്നുള്ള ആ പിതൃകൽപ്പനയെ നിങ്ങൾ സന്തോഷപൂർവ്വം അംഗീകരിച്ച കാരണത്താൽ നിങ്ങളുടെ കമനീയ കീർത്തി ലോകത്തിൽ നിലനിൽക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യൂയം നിങ്ങൾ പിതാവിൻ്റെ ആജ്ഞയെ കൃതവന്തഃ ചെയ്തു അതുകൊണ്ട് വഹ നിങ്ങളുടെ കീർത്തിർ ലോകാൻ നിങ്ങളുടെ കീർത്തി ഈ ലോകത്തിലെങ്ങും വ്യാപ്യതി എല്ലായിടത്തേക്കും വ്യാപിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ യൂയം നിങ്ങൾ പിതാവിൻ്റെ ആജ്ഞയെ കൃതവന്തഃ നിങ്ങൾ പിതാവിൻ്റെ ആജ്ഞയെ നിങ്ങൾ അനുസരിച്ചതിനാൽ അതോ യഹ അതുകൊണ്ട് നിങ്ങൾക്ക് കീർത്തിർ ലോകാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കീർത്തി ആ ലോകത്തിലെങ്ങും വ്യാപിക്കും വ്യാപ്യതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യൂയം പിതുരാജ്ഞം കൃതവന്തഃ യൂയം പിതുരാജ്ഞം കൃതവന്തഃ അതോ വഹ കീർത്തിർ ലോകാൻ വ്യാപ്യതി അതാണ് വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ഭവിതാ പുത്രോ നവമോ അനവമോ എന്നാണ്. ഭവിതാ വിശ്രുതപുത്രോ അനവമോ ബ്രഹ്മണോ ഗുണൈഃ യ ഏതാമാത്മവീര്യേണ ത്രിലോകീം പൂരയിഷ്യതി. ഭവിതാ വിശ്രുതപുത്രോ നവമോ ഒന്നിച്ച് ചെല്ലണം. പുത്രോ അനവമോ ബ്രഹ്മണോ ഗുണൈഃ യ ഏതാം ആത്മവീര്യേണ ത്രിലോകീം പൂരയിഷ്യതി. അപ്പോൾ ആ ഗുണങ്ങളാൽ ആ ബ്രഹ്മദേവനിൽ നിന്ന് താഴെയല്ലാത്തവരും കീർത്തിമാന്മാരും ആയിരിക്കുന്ന
കീർത്തിമാനുമായിരിക്കുന്ന പുത്രൻ നിങ്ങൾക്ക് ഉണ്ടാകും. യാതൊരാൾ സ്വസന്താന പരമ്പരയാൽ ഈ ത്രൈലോക്യം നിറയ്ക്കുന്നതാണ്. അപ്പോൾ ഗുണൈഹി ഭവിതാ വിശ്രുതപുത്രോ, നിങ്ങൾക്ക് വിശ്രുതന്മാരായിരിക്കുന്ന പുത്രൻ ഉണ്ടാവും. ബ്രഹ്മദേവനിൽ നിന്നും താഴെയല്ലാത്തവനും കീർത്തിമാനുമായിരിക്കുന്ന പുത്രൻ ഉണ്ടാവും. ബ്രഹ്മദേവനിൽ നിന്നും താഴെയല്ലാത്തവനും കീർത്തിമാനുമായിരിക്കുന്ന പുത്രൻ ഉണ്ടാവും, ഭവിത ഉണ്ടാകും. യഹ യാതൊരാൾ, അയാൾ സ്വസന്താന പരമ്പരയാൽ സ്വന്തം സന്താന പരമ്പരയാൽ ത്രിലോകിയും ഈ ത്രൈലോക്യം നിലയ്ക്ക് ഈ ത്രൈലോക്യം നിറയ്ക്കുന്നതാണ്. സന്താന പരമ്പരകളെ കൊണ്ട് ഈ ത്രിലോകങ്ങളെയും നിറയ്ക്കുന്നതാണ്. അപ്പോൾ ഗുണൈഹി ഗുണങ്ങളാൽ ബ്രഹ്മണ ബ്രഹ്മദേവനിൽ നിന്നും അനവമഹ താഴെയല്ലാത്തവനും വിശ്രുത കീർത്തിമാനും ആയ പുത്രൻ ഭവിത നിങ്ങൾക്ക് ഉണ്ടാകും. യഹ യാതൊരാൾ ആത്മവീര്യേണ സ്വസന്താന പരമ്പരയാൽ ആത്മവീര്യേണ എന്ന് പറഞ്ഞാൽ ഏതാം ത്രിലോകീം ഈ ത്രൈലോക്യം പൂരയിഷ്യതി നിറയ്ക്കുന്നതാണ്. അപ്പോൾ ഗുണൈഹി ഗുണങ്ങളാൽ ബ്രഹ്മണൈഹി ബ്രഹ്മദേവനിൽ നിന്നും അനവമഹ താഴെയല്ലാത്തവനും വിശ്രുത കീർത്തിമാനും ആയ പുത്രൻ ഭവിത ഉണ്ടാകും. യഹ യാതൊരാൾ ആത്മവീര്യേണ സ്വസന്താന പരമ്പരയാൽ ഏതാം ത്രിലോകീം ഈ ത്രൈലോക്യത്തെ പൂരയിഷ്യതി നിറയ്ക്കുന്നതാണ്. അപ്പോൾ ഗുണൈഹി ബ്രഹ്മണ അനവമഃ വിശ്രുതഃ പുത്രഃ ഭവിത യഹ ആത്മവീര്യേണ ഏതാം ത്രിലോകീം പൂരയിഷ്യതി. എന്നുകൂടി പറയാം. ഗുണൈഹി ബ്രഹ്മണഃ അനവമഃ വിശ്രുതഃ പുത്രഃ ഭവിത ആത്മവീര്യേണ ഏതാം ത്രിലോകീം പൂരയിഷ്യതി. ഗുണങ്ങളാൽ ആ ബ്രഹ്മദേവനിൽ നിന്നും താഴെ അല്ലാത്തവനും കീർത്തിമാനുമായിരിക്കുന്ന പുത്രനുണ്ടാകും. യാതൊരാൾ അസ്വസന്താന പരമ്പരയാൽ ഈ ത്രിലോകത്തെ നിറയ്ക്കുന്നതാണ്, ത്രൈലോക്യം നിറയ്ക്കുന്നതാണ് എന്നർത്ഥം. അപ്പോൾ ഭഗവാന്മാർക്ക് പ്രസിദ്ധനും യാതൊരു ന്യൂനതയുമില്ലാത്തവനും ഗുണങ്ങളാൽ ബ്രഹ്മാവോട് സദൃശനും ആയിരിക്കുന്നൊരു പുത്രനുണ്ടാകും. അവൻ്റെ വീര്യത്തിൽ നിന്നുണ്ടാകുന്ന സന്താന പരമ്പരയാൽ ഈ ത്രൈലോക്യം പൂരിതമാകും എന്നതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഗുണം കൊണ്ട് ബ്രഹ്മാവിൽ നിന്ന് ഒട്ടും കുറവല്ലാത്തവനും പ്രസിദ്ധനുമായിരിക്കുന്നൊരു പുത്രൻ നിങ്ങൾക്കുണ്ടാകും. അവൻ തൻ്റെ സന്താന പരമ്പരയാൽ 3 ലോകവും നിറയ്ക്കും. ഭഗവാന്റെ അപ്പോൾ പ്രജകളെ വർദ്ധിപ്പിക്കുക, രക്ഷിക്കുക, പ്രജകളെ വർദ്ധിപ്പിക്കുക, രക്ഷിക്കുക ഇത്യാദി ഗുണങ്ങളാണ് ആ ബ്രഹ്മസദ്യശനും മഹാകീർത്തിശാലിയും ആയിരിക്കുന്ന ഒരു പുത്രൻ. പ്രജകളെ വർദ്ധിപ്പിക്കുക, രക്ഷിക്കുക ഇത്യാദി ഗുണങ്ങളാൽ ബ്രഹ്മസദൃശനും മഹാകീർത്തിശാലിയും ആയിരിക്കുന്ന പുത്രൻ നിങ്ങൾക്ക് ഭവിക്കും. അവൻ സന്താനങ്ങളെ കൊണ്ട് 3 ലോകത്തെയും പുഷ്ടിപ്പെടുത്തും. പ്രജകളെ വർദ്ധിപ്പിക്കുക, രക്ഷിക്കുക ഇത്യാദി ഗുണങ്ങളാൽ ബ്രഹ്മസദൃശനും മഹാകീർത്തിശാലിയുമായിരിക്കുന്ന ഒരു പുത്രൻ നിങ്ങൾക്ക് ഉണ്ടാകും. അവൻ സന്താനങ്ങളെ കൊണ്ട് 3 ലോകത്തെയും പുഷ്ടിപ്പെടുത്തും. ഇവിടെ വ്യാഖ്യാനത്തിൽ യുഷ്മാകം ഏകോ വിശ്രുത, നിങ്ങൾക്ക് ഒരു വിശ്രുതനായിരിക്കുന്ന പുത്രോ ഭവിത, ഒരു പുത്രൻ ഭവിക്കും. യഹ അദ്ദേഹം ആത്മസന്താനേന അദ്ദേഹം സ്വന്തം സന്താന പരമ്പരയാൽ ത്രിലോകീം പൂരയിഷ്യതി ഈ ത്രിലോകങ്ങളെയും പൂരയിഷ്യതി പൂർണ്ണമാക്കും, നിറയ്ക്കും. സന്താന പരമ്പരകളാൽ ഈ 3 ലോകങ്ങളിലും നിറയ്ക്കും എന്ന് പറയും. അപ്പോൾ യുഷ്മാകം ഏകോ വിശ്രുത പുത്രോ, നിങ്ങൾക്ക് ഒരു വിശ്രുതനായിരിക്കുന്ന പുത്രൻ ഭവിത ഉണ്ടാവും. യഹ അവന് ആത്മസന്താനേന അവന്
സന്താന പരമ്പരയാൽ സ്വന്തം സന്താന പരമ്പരയാൽ ത്രിലോകിം അവൻ അവൻ സ്വന്തം സന്താന പരമ്പരയാൽ ത്രിലോകിം പൂരയിഷ്യതി ത്രിലോകങ്ങളെയും പൂരിപ്പിക്കും. പൂരയിഷ്യതി ഉള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വ്യാഖ്യാനം ഒന്നും കൂടി പറയാം. യുഷ്മാകമേകോ വിശ്രുതഃ പുത്രോ ഭവിത യഹ ആത്മസന്താനേന ത്രിലോകിം പൂരയിഷ്യതി. അടുത്ത ശ്ലോകം. കണ്ഡോഃ പ്രംലോചയാ ലബ്ധാ കന്യാ കമലലോചന താം ചാപവിദ്ധാം ജഗൃഹുർ ഭൂതഃ നൃപനന്ദനാ. കണ്ഡോഃ പ്രംലോചയാ ലബ്ധാ കന്യാ കമലലോചന താം ചാപവിദ്ധാം ജഗൃഹുർ ഭൂരുഹ നൃപനന്ദനാ. അല്ലയോ രാജകുമാരന്മാരെ, കണ്ഡോഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു മുനിക്ക്, കണ്ടു എന്ന് പറഞ്ഞ മുനിക്ക്, പ്ലംലോച എന്ന അപ്സരസിൽ ലബ്ധ ഉണ്ടായിരിക്കുന്ന കമലലോചന സുന്ദരിയായിരിക്കുന്ന കന്യ ഒരു കന്യകയുണ്ട്. അപവിദ്ധാം ആ പരിത്യജിക്കപ്പെട്ട താം അവളെ വൃക്ഷങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. അവളെ വളർത്താൻ വൃക്ഷങ്ങളെ ഏറ്റെടുക്കുക ആണ് ചെയ്തത്. കണ്ടോ പ്ലംലോചയാ ലബ്ധ കണ്ടു മഹർഷിക്ക് പ്ലംലോച എന്ന ആ അപ്സരസിൽ കന്യാ കമലലോചന ഒരു സുന്ദരിയായിരിക്കുന്ന കന്യകയുണ്ട്. ലോചന താം ചാപവിദ്ധം ച അപവിദ്ധാം. അപ്പോൾ അവളെ ആ കന്യകയുണ്ട്, മാതാവിനാൽ അവൾ പരിത്യജിക്കപ്പെട്ടു. താം ച അപവിദ്ധാം മാതാവിനാൽ അവൾ പരിത്യജിക്കപ്പെട്ടു. പ്ലംലോചയാൽ ആ പുത്രി പരിത്യജിക്കപ്പെട്ടു. താം അവളെ ആ ഭൂരുഹാഹ അവളെ വൃക്ഷങ്ങളാണ് ജഗൃഹുച്ച ഏറ്റെടുത്തത്. അപ്പോൾ ഹേ നൃപനന്ദനാഹ അല്ലയോ രാജകുമാരന്മാരെ, കണ്ടോഹോ കണ്ടു മുനിക്ക് കണ്ടു മഹർഷിക്ക് പ്ലംലോച എന്ന അപ്സരസിൽ ലബ്ധ ഉണ്ടായ കമലലോചന സുന്ദരിയായിരിക്കുന്ന കന്യ ഒരു കന്യകയുണ്ട്. അപവിദ്ധാം ആ മാതാവിനാൽ പരിത്യജിക്കപ്പെട്ട താം അവളെ ഭൂരുഹാഹ വൃക്ഷങ്ങൾ ജഗൃഹു ച ഏറ്റെടുക്കുകയും ചെയ്തു. എന്നുകൂടി പറയാം. ഹേ നൃപനന്ദനാഹ അല്ലയോ രാജകുമാരന്മാരെ, കണ്ടോഹോ കണ്ടു മഹർഷിക്ക് പ്ലംലോച എന്ന അപ്സരസിൽ ലബ്ധ ഉണ്ടായ കമലലോചന സുന്ദരിയായിരിക്കുന്ന കന്യ ഒരു കന്യകയുണ്ട്. അപവിദ്ധാം ആ മാതാവിനാൽ പരിത്യജിക്കപ്പെട്ട താം അവളെ ഭൂരുഹൻ വൃക്ഷങ്ങൾ ജഗൃഹു ച ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ ഹേ നൃപനന്ദനാഹ കണ്ടോ പ്ലംലോചയാ ലബ്ധാ കമലലോചന കന്യ അപവിദ്ധാം താം ഭൂരുഹാഹ ജഗൃഹൂച്ച. എന്നുകൂടി പറയാം. ഹേ നൃപനന്ദനാഹ കണ്ടോ പ്ലംലോചയാ ലബ്ധാ കന്യ കമലലോചന അപവിദ്ധാം താം ഭൂരുഹ ജഗൃഹൂച്ച. അല്ലയോ രാജകുമാരന്മാരെ, കണ്ടു മഹർഷിക്ക് പ്ലംലോച എന്ന അപ്സരസിലുണ്ടായ സുന്ദരിയായിരിക്കുന്ന ഒരു കന്യകയുണ്ട്. അവളെ മാതാവിനാൽ പരിത്യജിക്കപ്പെട്ട അവളെ ആ വൃക്ഷങ്ങളാണ് വൃക്ഷങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. അല്ലയോ രാജകുമാരന്മാരെ, കണ്ടു എന്ന ഋഷിക്ക് പ്ലംലോച എന്ന അപ്സരസിൽ അതിസുന്ദരി ആയ ഒരു പുത്രിയുണ്ടായി. മാതാപിതാക്കന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ട ആ കന്യകയെ വൃക്ഷങ്ങൾ സ്വീകരിച്ചു. സുന്ദരിയായ ഒരു കന്യക കണ്ടു എന്ന മഹർഷിക്ക് പ്ലംലോച എന്ന അപ്സരസിൽ ഉണ്ടായിട്ടുണ്ട്. നൃപകുമാരന്മാരെ, അപ്സരസിനാൽ ഉപേക്ഷിക്കപ്പെട്ട ആ കന്യകയെ വൃക്ഷദേവതകൾ എടുത്തു വളർത്തി. അപ്പോൾ കണ്ടു മഹർഷിയുടെ തപസ്സിനെ മുടക്കുവാനായിട്ട് ദേവേന്ദ്രൻ പ്ലംലോച എന്നു പേരായിരിക്കുന്ന ദേവിയെ അയച്ചു. മഹർഷി ബഹുകാലം അവളോടുകൂടെ രമിച്ചിരുന്നു. അപ്പോൾ ഗർഭിണിയായ ആ ദേവി അതിസുന്ദരിയായ ഒരു കന്യകയെ പ്രസവിച്ചു. ആ സന്താനത്തെ
വൃക്ഷങ്ങൾക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്ലംലോജ ദേവലോകത്തേക്ക് പ്രാപിച്ചു. കന്യകയെ വൃക്ഷങ്ങൾ സ്വീകരിച്ചു. അല്ലയോ രാജകുമാരന്മാരെ, സുന്ദരിയായ കന്യക നിങ്ങൾക്ക് യോഗ്യയാകുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിലത്തെ ആ വ്യാഖ്യാനത്തിലെ കിംജ കണ്ടോ ഋഷയെ, കണ്ടു എന്ന മഹർഷിക്ക് സകാശാൽ പ്ലംലോജായാം, പ്ലംലോജ എന്ന അപ്സരസിലെ പ്ലംലോജായാം അപ്സരസി കന്യാം വൃക്ഷ, ഒരു കന്യാം വൃക്ഷാ ജഗൃഹു, ഒരു കന്യയുണ്ടായി. ആ കന്യയെ ആ വൃക്ഷങ്ങൾ വളർത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കിംജ കണ്ടോ ഋഷയെ, അവിടെ കണ്ടു എന്ന മഹർഷിക്ക് സകാശാൽ പ്ലംലോജായാം അപ്സരസി, പ്ലംലോജ എന്ന അപ്സരസിൽ ഉണ്ടായ കന്യകയെ വൃക്ഷാം ജഗൃഹു, വൃക്ഷങ്ങൾ അവിടെ ഏറ്റെടുത്തു. അപ്പോൾ കിംജ കണ്ടോ ഋഷയെ സകാശാൽ പ്ലംലോജയാം അപ്സരസി കന്യാം വൃക്ഷാഹ ജഗൃഹു ഉള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം നോക്കാം. ക്ഷുൽക്ഷാമായ മുഖേ രാജ സോമഃ പീയൂഷവർഷിണീം ദേശിനീം രോദമാനായ നിദധേ സദയാൻവിതഃ. ക്ഷുൽക്ഷാമായ മുഖേ രാജ സോമഃ പീയൂഷവർഷിണീം ദേശിനീം രോദമാനായ നിദധേ സദയാൻവിതഃ. ക്ഷാമായ വിശപ്പ് കൊണ്ട് തളർന്ന്, രോദമാനായ കരഞ്ഞുകൊണ്ട് ഇരുന്നിരുന്ന ആ കന്യകയുടെ മുഖേ വായയിൽ രാജാവായിരിക്കുന്ന സഹ ആ സോമൻ ദയാൻവിതഃ ദയാസമേതനായിട്ട് പീയൂഷവർഷിണി അമൃതം ചൊരിയുന്ന തൻ്റെ ആ ചൂണ്ടുവിരൽ വെച്ചുകൊടുത്തു. അപ്പോൾ ഈ പ്ലംലോജയിലുണ്ടായിരിക്കുന്ന ആ കന്യകയെ വൃക്ഷങ്ങൾ വളർത്തുന്ന സമയത്ത് ക്ഷുൽക്ഷാമായ വിശപ്പ് കൊണ്ട് തളർന്ന് രോദമാനായാം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കന്യകയുടെ മുഖേ ആ വായിൽ രാജാവായിരിക്കുന്ന സഹ സോമഃ സോമൻ എന്ന രാജാവ് ദയാൻവിത ദയാസമേതനായിട്ട് പീയൂഷവർഷിണി അമൃതം ചൊരിയുന്ന ദേശിനിയും തൻ്റെ ആ ചൂണ്ടുവിരൽ നിദധേ വെച്ചുകൊടുത്തു. അമൃതം വർഷിക്കുന്ന തൻ്റെ ചൂണ്ടുവിരൽ വെച്ചുകൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം. ക്ഷുൽക്ഷാമായ വിശപ്പ് കൊണ്ട് തളർന്ന്, രോദമാനായാഹ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കന്യകയുടെ മുഖേ വായിൽ രാജാവായിരിക്കുന്ന സഹ സോമഃ ആ സോമൻ ദയാൻവിത ദയാസമേതനായിട്ട് ക്ഷുൽക്ഷാമായ മുഖേ രാജാ സോമഃ പീയൂഷവർഷിണീം ആ അമൃതം ചൊരിയുന്ന ദേശിനിയും തൻ്റെ ആ ചൂണ്ടുവിരൽ നിദധേ വെച്ചുകൊടുത്തു, വായിൽ വെച്ചുകൊടുത്തു. ദയാൻവിതനായിട്ട് ദയാസമേതനായിട്ട് എന്നർത്ഥം. ഒന്നും കൂടി പറയാം. ക്ഷുൽക്ഷാമായ വിശപ്പ് കൊണ്ട് തളർന്ന്, രോദമാനായ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കന്യകയുടെ മുഖേ വായയിൽ രാജാവായിരിക്കുന്ന സഹ സോമഃ ആ സോമൻ ദയാൻവിത ദയാസമേതനായിട്ട് പീയൂഷവർഷിണിയും അമൃതം ചൊരിയുന്ന ദേശിനിയും തൻ്റെ ചൂണ്ടുവിരൽ നിദധേ വെച്ചുകൊടുത്തു. അപ്പോൾ ക്ഷുൽക്ഷാമായാം രോദമാനായ മുഖേ രാജാ സഹ സോമഃ ദയാൻവിത പീയൂഷവർഷിണീം ദേശിനീം നിദധേ. ക്ഷുൽക്ഷാമായ രോദമാനായ മുഖേ
രാജാ സഹ സോമഃ ദയാൻവിതഃ പീയൂഷവർഷിണീം ദേശിനീം നിദധേ. വിശപ്പ് കൊണ്ട് തളർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കന്യകയുടെ വായിൽ രാജാവായിരിക്കുന്ന സോമൻ ദയാസമേതനായിട്ട് ആ അമൃതം ചൊരിയുന്നതായിരിക്കുന്ന ചൂണ്ടുവിരൽ വെച്ചു കൊടുത്തു. അപ്പോൾ വിശന്ന് ക്ഷീണിച്ച് നിലവിളിക്കുന്ന അവളുടെ മുഖത്ത് രാജാവായിരിക്കുന്ന സോമൻ അമൃതം വർഷിക്കുന്ന തൻ്റെ ചൂണ്ടുവിരൽ വെച്ചു കൊടുത്തു. ഇവിടെ ആ സംഗ്രഹരൂപത്തിൽ ആഖ്യാനം ചെയ്യപ്പെട്ട ആ കണ്ഡു മഹർഷിയുടെ ചരിത്രം വിഷ്ണുപുരാണം, ബ്രഹ്മപുരാണം ഇത്യാദികളിൽ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. വിഷ്ണുപുരാണം 1-ാം അംഗം 15-ാം അധ്യായത്തിലെ കണ്ടു ചരിത്രം ഇപ്രകാരമാണ്. കണ്ടു എന്നു പേരായി വേദജ്ഞരിൽ അഗ്രഗണ്യനായിരിക്കുന്ന ഒരു മഹർഷി വര്യനുണ്ടായിരുന്നു. അദ്ദേഹം ഗോമതീ തീരത്ത് ഉഗ്രമായ തപസ്സനുഷ്ഠിച്ചു. കണ്ടുർനാമ മുനിഹി പൂർവമാസീദ് വേദവിദാം വരഹ സുരമ്യേ ഗോമതീതീരേ സതേപേ പരമം തപഃ. അദ്ദേഹത്തിൻ്റെ ആ തപശ്ചര്യയെ ആ ബ്രഹ്മപുരാണത്തിൽ വിവരിക്കുന്നത് ഭാഗവതത്തിലെ പൃഥുവിൻ്റെ തപശ്ചര്യയുമായിട്ട് താരതമ്യ പഠനം അർഹിക്കുന്നു. ഗ്രീഷ്മേ പഞ്ചതപാഭൂത്വാ വർഷാസു സ്ഥണ്ഡിലേശേഹ ആർദ്രവാസാസ്തു ഹേമന്തേ സതേപേ സുമഹത്തപഃ. ഭാഗവതത്തിൽ അദ്ദേഹത്തിൻ്റെ തപസ്സിൽ പരിഭ്രാന്തനായിരിക്കുന്ന ഇന്ദ്രൻ അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിസുന്ദരിയായിരിക്കുന്ന പ്ലംലോച എന്ന അപ്സരസിനെ നിയോഗിച്ചു. അവളുടെ ദൗത്യം വിജയിച്ചു. അദ്ദേഹം അവളോടൊത്ത് ആ മന്ദിരപർവ്വതത്തിൻ്റെ താഴ്വരയിൽ 100-ലധികം സംവത്സരക്കാലം രമിച്ചു. അവളുടെ സഹായത്തിനും അവളുടെ സഹായത്തിന് മന്ദമാരുതനെയും വസന്തത്തെയും ഇന്ദ്രൻ അയച്ചു കൊടുത്തുവെന്നും മറ്റും ആ ബ്രാഹ്മത്തിൽ പറയുന്നുണ്ട്. മഹർഷിയെ വശീകരിച്ചതും അത്യന്തം കാവ്യഭംഗിയോടെ ആ ബ്രാഹ്മത്തിൽ വിവരിക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം 16 വയസ്സ് തോന്നിക്കുന്നവനും കാമദേവനോട് തുല്യനും ആയിട്ടാണ് അവളോടൊത്ത് രമിച്ചത്. ഇത് ആ തപശക്തിയുടെ ദുർവ്യയം ആണെന്ന് അദ്ദേഹം അറിഞ്ഞില്ല. രാപ്പകൽ ഭേദമന്യേ അവളോടൊത്ത് രമിച്ച് സന്ധ്യാരാത്രി ദിവാപക്ഷമാസർത്വയനഹായനം ന ബുബോധ ഗതം കാലം വിഷയാസക്ത മാനസഃ. അപ്പോൾ അദ്ദേഹം അങ്ങനെ ആ വിഷയിയായിട്ട് അനവധി കാലം അപ്സരസുമായിട്ട് രമിച്ചു. അങ്ങനെ 100 കൊല്ലം കഴിഞ്ഞു. മുനി എന്ന ദക്ഷപുത്രിയിൽ കശ്യപ പ്രജാപതിക്കുണ്ടായിരിക്കുന്ന സന്താനങ്ങളെയാണ് അപ്സരസുകൾ എന്ന് ഭാഗവതത്തിൽ പറയുന്നത് കാണാം. ബ്രഹ്മാണ്ടം, വായു ഇവയിലെല്ലാം കൂടുതൽ വിശദാംശങ്ങളുണ്ട്. അപ്സരസുകൾക്ക് പുറമേ സുബാഹു, ഹാഹാ, ഹൂഹു, തുമ്പുരു എന്നീ ഗന്ധർവന്മാരും ആ ദമ്പതികളുടെ സന്താനങ്ങളായിട്ടുണ്ട്. അപ്പോൾ 100 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ പ്ലംലോച മടങ്ങിപ്പോകാൻ അനുവാദം ചോദിച്ചു. കുറച്ചുകൂടി കഴിയട്ടെ എന്ന് മുനി പറഞ്ഞു. അദ്ദേഹത്തെ അനുസരിക്കാഞ്ഞാൽ ശപിച്ചേക്കുമോ എന്ന് ഭയന്ന് അവൾ അദ്ദേഹത്തെ വിട്ടുപോയില്ല. വീണ്ടും 100 സംവത്സരം കഴിഞ്ഞു. പോകാൻ അനുവാദം ചോദിച്ചു, കൊടുത്തില്ല. ശാപം ഭയന്ന് അവിടെ തന്നെ നിന്നു. തസ്യ ശാപഭയാദ്ഭീത ദാക്ഷിണ്യേന ച ദക്ഷിണ പ്രോക്ത പ്രണയഭംഗാർത്തിവേദിനി ന ജഹൗ മുനിം. വിഷ്ണുപുരാണത്തിൽ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മുനി ബദ്ധപ്പാടോടെ ആശ്രമത്തിൽ നിന്ന് പോകുന്നത് കണ്ട് എവിടേക്ക് പോകുന്നു എന്നവൾ ചോദിച്ചു. സന്ധ്യാവന്തര സമയത്താണ്. അത് ചെയ്യാഞ്ഞാൽ ക്രിയാലോപം വരും എന്നായിരുന്നു കണ്ടുവിൻ്റെ മറുപടി. ഏകദാതു ത്വരായുക്തോ നിശ്ചക്രാമോടജാൻമുനി നിഷ്ക്രാമന്തം ച കുത്രേതി ഗമ്യതേ പ്രാഹസാ ശുഭ ഇത്യുക്ത സതയാ പ്രാഹ പരിവൃത്തമഹ ശുഭേ സന്ധ്യോപാസ്തിം കരിഷ്യാമി ക്രിയാലോപോന്യഥാ ഭവേത്. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എത്ര അഹസ്സുകൾ അറിയാതെ പോയി. ഇപ്പോൾ എന്താണ് സന്ധ്യാവന്ദനത്തെപ്പറ്റി ചിന്തിക്കാൻ എന്നിത്യാദി ചോദിച്ചു. അപ്പോൾ മുനി പറഞ്ഞത്,
ഇന്നു കാലത്ത് നദീതീരത്ത് വെച്ച് നിന്നെ കണ്ടു. പകൽ കഴിയാറായി, സന്ധ്യാവന്തരത്തിന് പോകുന്നു എന്നാണ്. കാലം എത്രയായെന്ന് നിശ്ചയമുണ്ടോ എന്നവൾ ചോദിച്ചു. മഹർഷിക്ക് അറിയില്ലെന്ന് മനസ്സിലാക്കിയ അവൾ പറഞ്ഞു, സപ്തോത്തരാണ്യതീതാനി നവവർഷശതാനി തേ മാസാഷ്ട ഷഡ് തഥൈവാന്യത് സമതീതം ദിനത്രയം. 907 സംവത്സരവും 6 മാസവും 3 ദിവസവും കഴിഞ്ഞു എന്നാണ് പ്ലംലോജയുടെ കണക്ക്. അങ്ങനെ നീ സത്യം പറയുകയാണോ അതോ പരിഹസിക്കുകയാണോ? ഒരു പകലല്ലേ കഴിഞ്ഞുള്ളൂ എന്ന് മുനി ചോദിച്ചു. മഹാധർമ്മിഷ്ഠനായിരിക്കുന്ന അങ്ങയോട് ഞാൻ കളവ് പറയുമോ എന്ന് അവൾ ഇങ്ങോട്ടും പറഞ്ഞു. ഋഷിരുവാച സത്യം ഭീരുവദസ്യേതത് പരിഹാസോധവാ ശുഭേ ദിനമേകമഹം മന്യേ ത്വയാ സാർദ്ധമിഹാസിതം. പ്ലംലോചയാ വാചം വദിഷ്യാമ്യനൃതം ബ്രഹ്മൻ കഥമത്ര തവാന്തികേ വിശേഷേണാദ്യഭവതാ പൃഷ്ടാ മാർഗാനുവർത്തിന. തൻ്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന കാരണത്താൽ മഹർഷി അവളെ ശപിച്ചില്ല. അജിതേന്ദ്രിയനായില്ലല്ലോ എന്നോർത്ത് പശ്ചാത്തപിച്ച് എങ്കിലും കോപിച്ച് അവളോട് പൊയ്ക്കൊള്ളാൻ ആജ്ഞാപിച്ചു. അവൾ ആകാശമാർഗത്തിലൂടെ യാത്രയായി. വൃക്ഷത്തളിരുകൾ കൊണ്ട് വിയർപ്പ് തുടച്ചും മഹർഷി തന്നിൽ ആധാനം ചെയ്തിരുന്ന വീര്യം സ്വേദരൂപത്തിൽ നിർഗമിച്ചു. അങ്ങനെ വൃക്ഷങ്ങളിൽ ഗർഭരൂപേണ ചിതറിക്കിടന്ന അതിനെ വായു സംയോജിപ്പിച്ചു. അതൊരു കന്യകയായി. അവളെ സോമൻ അമൃതകരങ്ങളാൽ പോഷിപ്പിച്ചു. പ്രജേതസ്സുകൾക്ക് കോപാവേശമുണ്ടായതും വൃക്ഷങ്ങൾ നശിപ്പിച്ചതും മറ്റും ഭാഗവതത്തിൽ തന്നെ ഇനി വരാൻ പോകുന്ന ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ശ്ലോകത്തിൻ്റെ അർത്ഥം മാത്രം നോക്കാം. സുന്ദരിയായിരിക്കുന്ന ഒരു കന്യക കണ്ടു എന്ന മഹർഷിക്ക് പ്ലംലോച എന്ന അപ്സരസിൽ ഉണ്ടായിട്ടുണ്ട്. നൃപകുമാരന്മാരെ അപ്സരസിനാൽ ഉപേക്ഷിക്കപ്പെട്ട ആ കന്യകയെ വൃക്ഷദേവതകൾ ഏറ്റെടുത്ത് വളർത്തി എന്ന് പറഞ്ഞു. ആ വനസ്പതികളുടെ രാജാവായിരിക്കുന്ന സോമൻ വിശന്നു നിലവിളിക്കുന്ന അവളുടെ വായിൽ അമൃതവർഷം ചെയ്യുന്ന തൻ്റെ ചൂണ്ടുവിരൽ ദയയോടെ വെച്ചുകൊടുത്തു. അപ്പോൾ വിശപ്പ് നിമിത്തം ദുഃഖിച്ച് കരയുന്ന അവളുടെ അമുഖത്തിൽ വൃക്ഷങ്ങളുടെ രാജാവായിരിക്കുന്ന ചന്ദ്രൻ അമൃതം വർഷിക്കുന്ന തൻ്റെ ചൂണ്ടുവിരലിനെ സമർപ്പിച്ചു. അതിൽ കൂടെ ആ കന്യക അമൃതപാനം ചെയ്തു. അപ്സര സ്ത്രീയുടെ പുത്രിയും ദിവ്യകന്യകയും ആണ് അവൾ. ക്ഷീണം, ദൗർഗന്ധ്യം മുതലായ ദോഷങ്ങൾ അവൾക്കില്ല. അതുകൊണ്ട് അവൾ നിങ്ങൾക്ക് സമുചിത പത്നിയാകും എന്ന് സൂചിപ്പിച്ചു. അതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിൽ തതഃ സോമോ, അപ്പോൾ ആ സോമൻ രുദത്യാസ്തസ്യ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളുടെ മുഖേ ആ വായിൽ അമൃതവർഷിണീം അമൃതം ചൊരിയുന്ന തർജനീം തൻ്റെ ചൂണ്ടുവിരൽ നിദധേ വെച്ചു കൊടുത്തു എന്നുള്ളതാണ് പറയണത്. തതഃ സോമോ, അവിടെ ആ സോമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ, രുദത്യാസ്തസ്യ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കന്യകയുടെ മുഖേ വായിൽ അമൃതവർഷിണീം അമൃതവർഷം ചൊരിയുന്ന തർജനീം ചൂണ്ടുവിരൽ നിദധേ ചൂണ്ടുവിരൽ അവളുടെ വായിൽ വെച്ചു കൊടുത്തു. അപ്പോൾ തതോ സോമോ രുദത്യാസ്തസ്യാ മുഖേ അമൃതവർഷിണീം തർജനീം നിദധേ എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം വരുന്നത്. അപ്പോൾ അടുത്തത് 15-ാമത്തെ ശ്ലോകം. പ്രജാ വിസർഗ ആദിഷ്ടാ പിത്രാ മാമനുവർത്തത അത്ര കന്യാം വരാരോഹാം തമുദ്വഹതമാചിരം. പ്രജാ വിസർഗ ആദിഷ്ടാ പിത്രാ മാമനുവർത്തത തത്ര കന്യാം വരാരോഹാം താമുദ്വഹതമാചിരം. നമ്മെ ഉപാസിക്കുന്ന നിങ്ങളുടെ പ്രജോൽപാദനത്തിൽ
നിർദ്ദേശിക്കപ്പെട്ടവരായിരിക്കുന്ന നിങ്ങൾ അതിനായിട്ട് സുന്ദരിയായിരിക്കുന്ന ആ കന്യകയെ വിവാഹം ചെയ്യുവിൻ എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതിൽ കാലവിളംബം വരുത് എന്നർത്ഥം. പ്രജാവിസർഗ ആദിഷ്ട, പ്രജാപാലനം എന്ന് നിർദ്ദേശിക്കപ്പെട്ടവരായിരിക്കുന്ന നിങ്ങൾ, പിതാവിനാൽ നിർദ്ദേശിക്കപ്പെട്ട നിങ്ങൾ, മാമനുവർത്തത നമ്മെ ഉപാസിക്കുന്ന നിങ്ങൾ, ഇതിൽ നമ്മളെ ഉപാസിക്കുന്ന നിങ്ങൾ, തത്ര കന്യാം ആ കന്യകയെ, വരാരോഹാം കന്യകയെ വിവാഹം ചെയ്യണം, താമുദ്വഹതമാചിരം കാലവിളംബം, അതിൽ കാലവിളംബം ഉണ്ടാവരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ മാം നമ്മെ, അനുവർത്തത ഉപാസിക്കുന്ന, പിത്ര നിങ്ങളുടെ പിതാവിനാൽ, പ്രജാവിസർഗേ പ്രജോത്പാദനത്തിൽ, ആദിഷ്ടാഹ നിർദ്ദേശിക്കപ്പെട്ടവരായ നിങ്ങൾ, തത്ര അതിനായിട്ട്, വരാരോഹാം സുന്ദരിയായിരിക്കുന്ന താം ആ കന്യകയെ, ഉദ്വഹത വിവാഹം ചെയ്യുവിൻ, മാചിരം അതിൽ കാലവിളംബം വരുത്. ഒന്നും കൂടി പറയാം. മാം നമ്മെ, അനുവർത്തത ഉപാസിക്കുന്ന, പിത്ര നിങ്ങളുടെ പിതാവിനാൽ, പ്രജാസർഗേ ആ പ്രജോത്പാദനത്തിൽ ആദിഷ്ടാഹ നിർദ്ദേശിക്കപ്പെട്ടവരായിരിക്കുന്ന നിങ്ങൾ, തത്ര അതിനായിട്ട്, വരാരോഹം സുന്ദരിയായിരിക്കുന്ന താം കന്യാം ആ കന്യകയെ, ഉദ്വഹത വിവാഹം ചെയ്യുവിൻ, മാചിരം ഇതിൽ കാലവിളംബം വരുത്. അപ്പോൾ മാം അനുവർത്തത പിത്ര പ്രജാസർഗേ ആദിഷ്ട തത്ര വരാരോഹാം താം കന്യാം ഉദ്വഹത മാചിരം. എന്നുകൂടി പറയാം. മാം അനുവർത്തത പിത്ര പ്രജാസർഗേ ആദിഷ്ടാഹ തത്ര വരാരോഹാം കന്യാം ഉദ്വഹത മാചിരം. അപ്പോൾ നമ്മെ ഉപാസിക്കുന്ന നിങ്ങളുടെ പിതാവിനാൽ പ്രജോത്പാദനത്തിൽ നിർദ്ദേശിക്കപ്പെട്ടവരായിരിക്കുന്ന നിങ്ങൾ അതിനായിട്ട് ആ സുന്ദരിയായിരിക്കുന്ന ആ കന്യകയെ വിവാഹം ചെയ്യുവിൻ. ഇതിൽ കാലവിളംബം അരുത്. നമ്മെ അനുസരിക്കുന്നവനായിരിക്കുന്ന ഭവാന്മാരുടെ പിതാവിനാൽ സൃഷ്ടികർമ്മത്തിൽ നിയുക്തന്മാരായ ഭവാന്മാർ ആ കന്യകയെ താമസം കൂടാതെ വിവാഹം കഴിച്ചാലും എന്നതാണ് പറഞ്ഞത്. അപ്പോൾ എന്നെ തന്നെ അനുസരിക്കുന്ന ആ പിതാവിനാൽ പ്രജാസൃഷ്ടിയിൽ നിയുക്തരായിരിക്കുന്ന നിങ്ങൾ സുന്ദരിയായിരിക്കുന്ന ആ കന്യകയെ താമസിയാതെ വിവാഹം ചെയ്യുക. അപ്പോൾ പിതാവ് നിങ്ങളോട് പ്രജാവൃദ്ധിയെ വരുത്തണം എന്ന് കൽപ്പിച്ചത് എൻ്റെ പ്രേരണ കൊണ്ടാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ആ പിതൃനിർദ്ദേശത്തെ ആദരിക്കണം. പ്രജകളെ ഉത്ഭവിപ്പിക്കുവാൻ പത്നി സ്വീകാരം ആവശ്യം ആകയാൽ ആ ദിവ്യകന്യകയായിരിക്കുന്ന ഇവളെ നിങ്ങൾ കാലവിളംബം വരുത്താതെ വിവാഹം ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് താം യൂയ ഉദ്വഹത നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ താം അവളെ നിങ്ങൾ താം യൂയം നിങ്ങൾ ഉദ്വഹത വിവാഹം ചെയ്യണം. മാ ഇതിൽ ചിരയത കാലവിളംബം വരുത്. അവളെ നിങ്ങൾ ഉദ്വഹത വിവാഹം ചെയ്യണം. താം യൂയം ഉദ്വഹത മാ ചിരയത ഇതിൽ കാലവിളംബം വരുത്. കാലതാമസം അരുത്. അപ്പോൾ താം യൂയം ഉദ്വഹത മാ ചിരയത എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം. അടുത്ത ശ്ലോകങ്ങൾ അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.